ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതാ ഈ ബീഡ്, ഷുഗർ ബീഡ്സ്, അതുപോലെ ബോൾ ബീഡ്സ് ഇത്രയും യൂസ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു നെക്ക് ആൻഡ് സ്ലീവ് ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ ബീഡ്സുകളിലൊക്കെ കുറേശ്ശായിട്ട് എടുത്ത് ഒരു വെൽവെറ്റ് ക്ലോത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെച്ചാൽ ഈ ബീഡ്സ് ഒന്നും പെട്ടെന്ന് അങ്ങ് ഉരുണ്ടു പോകത്തില്ല. നിങ്ങളും ഈ ടിപ്സ് യൂസ് ചെയ്യാം. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് എടുത്ത് അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ത്രെഡ് വേണം. അത് ഞാൻ സീവിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ത്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ ക്ലോത്തിൻ്റെ കളറിൽ വേണം നിങ്ങൾ ത്രെഡ് എടുക്കാൻ. ബീഡ്സിൻ്റെ കളറിൽ എടുക്കുന്നതിനേക്കാളും ഡ്രസ്സിൻ്റെ കളറിൽ എടുക്കുന്നതാണ് ബെറ്റർ. ആദ്യം നെഗ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. 3mm ഒരു ബോൾ ബീഡാണ് എടുത്തിട്ടുള്ളത്. അത് നെഗിൽ നിന്ന് നമ്മുടെ ആ എൻഡിൽ നിന്നും ശകലം പ്ലേസ് അങ്ങോട്ട് നീക്കിയിട്ട് വേണം ആ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 2 പ്രാവശ്യം തന്നെ അതിൽ നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബോൾ ബീഡിൻ്റെ അടുത്ത് തന്നെ സൂചി കുത്തി പൊക്കിയെടുക്കാം. ഇനി നമുക്ക് ഷുഗർ ബീഡ്സ് ഒരു 10 ഷുഗർ ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത അതേ പ്ലേസിൽ തന്നെ സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. അതിന് നമ്മൾ ആ ബോൾ ബീഡിനെ റൗണ്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റിച്ച് ഇങ്ങനെ ഒരു 2 ബീഡ്സെങ്കിലും ഇടയിൽ വിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല സ്ട്രോങ് സ്റ്റിച്ചായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാലും അത് ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാതെ നല്ല സ്ട്രോങ് സ്റ്റിച്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്ലവർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് 2mm ബോൾ ബീഡ് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ താഴെയും മുകളിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ എടുത്ത് കോർത്തതിന് ശേഷം അതിൽ ഇതുപോലെ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ബീഡ്സ് പെട്ടെന്നൊന്നും ഇളകി പോകാറില്ല. നന്നായിട്ടങ്ങ് ഫിക്സായി ഇരുന്നോളും. ഇത് താഴെ വെച്ചതിന് ശേഷം ഇതിൻ്റെ നേർക്ക് ഓപ്പോസിറ്റ്, അതായത് അതിൻ്റെ നേർക്ക് മുകളിലും ഇതുപോലെ ഒരു ബോൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫ്ലവറിൻ്റെ കുറച്ച് നീക്കി സൂചി കുത്തി പൊക്കിയെടുക്കാം. എന്നിട്ട് അവിടെ ഒരു 2 ബീഡ് എടുത്ത് ഒന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ ആ 2 ബീഡിനകത്ത് കൂടെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തൊരു ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലും നമ്മൾ അതുപോലെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ബീഡാണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒന്ന് ക്രോസ് ആയിട്ട് പിടിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ചരിച്ചൊരു ലൈൻ സ്റ്റിച്ച് ചെയ്യണം. അതായത് താഴെ ഒരു വി, അതിൻ്റെ മുകളിൽ ഭാഗത്ത് ഒരു ഷുഗർ ബീഡ്, അതിൻ്റെ മുകളിലും വി, അതുപോലത്തെ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 4 2 ബീഡാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ക്ലോത്തിൽ എനിക്കത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സ് ഷേപ്പാണ് അതിൻ്റെ സെൻറ്ററിൽ ഷുഗർ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതായത് താഴെ ഒരു വി എന്ന് പറഞ്ഞല്ലോ, ആ വിയുടെ നടുക്ക് ഒരു 3mm ഒരു ബോൾ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലും ആ വിയുടെ വി ഷേപ്പിൻ്റെ നടുക്കായിട്ട് ഒരു 3mm ബോൾ ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ബീഡ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ 2 ടൈംസ് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ലൊരു നീറ്റ് വർക്കാണ്. അങ്ങനെ ബീഡ്സ് പെട്ടെന്നൊന്നും അതിൽ നിന്ന് നമുക്ക് ഊരിപ്പോകാറില്ല. ഇനി വീണ്ടും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ പാറ്റേണാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ മാറി ഇത് 2 പാറ്റേൺ നമ്മൾ മാറിയാണ് ഈ ഡ്രസ്സ് ഫുള്ളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. നമ്മൾ പ്ലെയിൻ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ആരി വർക്ക് അറിയാത്തവർക്കും സിമ്പിളായിട്ട് തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന ഒരു വർക്കാണിത്. ഇതിൻ്റെ സ്ലീവിലും ഞാൻ ഈ സെയിം വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നുകൂടി കാണാം. ആദ്യം ഒരു ബോൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 ഷുഗർ ബീഡ്സ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടും. അത് നമ്മളങ്ങനെ ആ ഷുഗർ ബീഡിനെ റൗണ്ട് ചെയ്ത് വച്ചതിന് ശേഷം അതിലുള്ള ഓരോ ബീഡ്സിൻ്റെ ഇടയ്ക്കും നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആരി വർക്കിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വീഡിയോ കണ്ടൊന്ന് പഠിക്കാവുന്നതാണ്. ഹാൻഡ് എംബ്രോയിഡറി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓൺലൈനിൽ ആർക്കെങ്കിലും പഠിക്കണമെന്ന് താല്പര്യമുള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളത് ഫുള്ളും റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ റൗണ്ടിൻ്റെ താഴെയും മുകളിലും ഓരോ ബോൾ ബീഡാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടുകൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർക്ക് നിങ്ങൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ബ്ലൗസുകളിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പാറ്റേൺ നമ്മൾ 2 ബീഡിലാണ് ചെയ്യുന്നത്. ആദ്യം ഒരു 2 ബീഡ് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ടൊരു ഷുഗർ ബീഡ്, എന്നിട്ട് അതിൻ്റെ താഴെ ഒരു 2 ബീഡ്. അങ്ങനെ ഒരു ലൈൻ നമ്മൾ ചരിച്ച് സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം വേറൊരു ലൈൻ കൂടെ എക്സ് എന്ന് വരുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ താഴെയും മുകളിലെയും നമുക്ക് ബോൾ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.